ഫസ്റ്റ് ഫീഡ്ബാക്ക് ഏറ്റവും കൂടുതൽ പാരൻസ് തന്നെയാണ് പറഞ്ഞത്. കാര്യം നമ്മളിപ്പോഴും നമുക്ക് ആഗ്രഹമുള്ള പോലെ കുട്ടികളെ വളർത്താൻ ശ്രമിക്കും. അപ്പൊ കുട്ടികളുടെ ഇഷ്ടം മനസ്സിലാക്കി, അല്ലെ കുട്ടികൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പേരൻസ് പല സമയത്തും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഈ സിനിമയിലൂടെ മനസ്സിലായി. അല്ലെ കുട്ടികളെ മനസ്സിലാക്കി അവരോട് പെരുമാറാൻ പേരൻസ് ശ്രമിക്കുന്നില്ല എന്നുള്ള ഒരു വലിയൊരു റിയലൈസേഷൻ ഈ സിനിമയിൽ കൂടെ കിട്ടിയെന്ന് ഒരുപാട് പേര് പറഞ്ഞു. അത് ശരിക്കും ഈ ഒരു ഫാമിലി ഫൺ സ്റ്റോറിയേക്കാൾ ഈ സിനിമയിലൂടെ ഒരു മെസ്സേജ് കൺവേ ആയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ADHD ഞാൻ ആക്ച്വലി എനിക്കൊന്ന് താരെ സമീൻ പർ ഒക്കെ കഴിഞ്ഞ സമയത്തായിരുന്നു ഇങ്ങനെ കുട്ടികളുടെ പറ്റിയിട്ട്, അല്ലെ കുട്ടികളുടെ ഇങ്ങനെയുള്ള കുഞ്ഞു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്. പിന്നെ ഒരു വേദിയിൽ ഫഹദ് ഒരു ഇവന്റിന്റെ ഇടയിൽ സംസാരിച്ചിരുന്നു. ഫഹദിന് ചെറുപ്പത്തിൽ ADHD ഉണ്ടായിരുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്തൊക്കെ ആയിരിക്കാം കൂടുതൽ ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയത്. പക്ഷെ തീർച്ചയായിട്ടും ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്, കാര്യം ഇതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഡിസോർഡർ ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളൊരു ഭയങ്കര കുസൃതി ഉള്ള അല്ലെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ എന്ന് മാത്രമാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് ഇതിനൊരു അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കിയത് തീർച്ചയായിട്ടും സിനിമ കഴിഞ്ഞിട്ടാണ്. OTT പ്രേക്ഷകരോട് എനിക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയത് ഭയങ്കര ട്രെമൻഡസ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. കാര്യം ആ സിനിമ ഒരു കുട്ടികളുടെ ഫോക്കസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ടീച്ചറിന്റെ വാല്യൂ എന്തൊക്കെയാണ്, ഒരു ടീച്ചറിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ എന്നുള്ളതൊക്കെ ആയിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. പക്ഷെ ഇത് എനിക്ക് ഉറപ്പുണ്ട്, വീട്ടിലിരുന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടികളുടെ കൂടെ നിങ്ങളുടെ ഫാമിലി ആംബിയൻസിൽ ഇരുന്ന് കാണുമ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഒരു എന്താ പറയുക, ഒരു സന്തോഷം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. എപ്പോഴും ശ്രമിക്കാറുണ്ട്, പക്ഷെ ചില സമയത്ത് നമുക്ക് ഈ എന്താ പറയാ, ബ്രെയിനിൽ എടുക്കേണ്ട ഡിസിഷൻ ഹാർട്ട് എടുക്കേണ്ടി വരും എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ ചിലപ്പം നോ പറയാൻ പറ്റാറില്ല. കരിയറിന്റെ ബിഗിനിങ് സ്റ്റേജിൽ മാത്രമല്ല, കരിയറിൽ ത്രൂ ഔട്ട് ആ പകപ്പ് ഉണ്ട്. ഒരിക്കലും എന്താ പറയുക, ഭയങ്കര സേഫ് സോണിലായി എന്ന് എനിക്ക് വിശ്വസിക്കാൻ താല്പര്യമില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. കാര്യം എപ്പോഴും ആ സെയിം ടെൻഷനും അതേ പേടിയും ഒക്കെ ഉണ്ടെങ്കിലാണ് എനിക്ക് തോന്നുന്നത് നമ്മളുടെ സൈഡിൽ നിന്ന് കുറെ കൂടെ എഫേർട്ട് കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പം ഒരിക്കലും ഒരു സേഫ് സോൺ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാനായിട്ട് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയുള്ള എൻ്റെ മാലാഖയായിരിക്കും. ഒരു ത്രൂ ഔട്ട് ക്യാരക്ടർ റോള് ട്രൈ ചെയ്തത് കിട്ടിയുള്ള എൻ്റെ മാലാഖയിൽ സ്ലീവാച്ചൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. അപ്പൊ അതിലാണ് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത്. പക്ഷെ എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ ഞാനിത് എങ്ങനെയൊക്കെ എൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഇൻഡസ്ട്രി, മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ടെക്നീഷ്യൻസും ഏറ്റവും നല്ല ആക്ടേഴ്സും ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പം അങ്ങനെ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ, അതുപോലെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അറിയാതെ തന്നെ എനിക്ക് വരുന്ന കുറേ മാറ്റങ്ങളുണ്ട്. അതെല്ലാം ഗ്രാജുവലി ഇവൻച്വലി സംഭവിച്ച കാര്യങ്ങളാണ്. റീസെറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ആ സിനിമ കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതും എനിക്ക് എൻ്റെ ഏറ്റവും വലിയ തെറാപ്പി എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി ഇരിക്കുക എന്നുള്ളതാണ്, ഫുൾ ഫ്രീ ആയിട്ട്. ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പം പല മൈൻഡ് സെറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുറച്ച് സമയം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെല്ലാം കട്ട് ഓഫ് ആയി പോകും. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു തെറാപ്പി. ഉറപ്പായിട്ടും ഇപ്പം നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല കാര്യങ്ങളും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ 100 കോടി സംഭവിച്ചു. അത് കഴിഞ്ഞ് 200 കോടി, ഇപ്പോൾ 300 കോടി എന്നുള്ള അച്ചീവ്മെന്റിലേക്ക് മലയാള സിനിമ എത്തിയിരിക്കുന്നു. അപ്പം ഉറപ്പായിട്ടും നമ്മുടെ സിനിമകൾ വലുതാവും. പിന്നെ സ്പെഷ്യലി OTT പ്ലാറ്റ്ഫോംസ് വന്നതിന് ശേഷം നമ്മുടെ വ്യൂവർഷിപ്പ്, പാൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു ടേം നമ്മുടെ സിനിമയിലേക്ക് വന്നു. അപ്പം ഒരുപാട് പ്രേക്ഷകർ മലയാള സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റിലീസ് ഡേ തന്നെ തിയേറ്റേഴ്സിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട്, മലയാളികളല്ലാത്തവർ. അപ്പം
അതൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മാറ്റം തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് വലുതാവും. നമുക്ക് പണ്ടുണ്ടായിരുന്നൊരു വലിയ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മലയാള സിനിമ കാണുന്നത് മലയാളികൾ മാത്രമായിരുന്നു. ഇപ്പോൾ അത് മാറി സിനിമ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും മലയാള സിനിമ അന്വേഷിച്ച് വരുന്നുണ്ട്. പഴയ സിനിമകൾ, നമ്മുടെ പഴയ ക്ലാസിക്സ് എന്നൊക്കെ പറയുന്ന സിനിമകൾ കാണുന്നവരുണ്ട്. റിലീസ് സിനിമകൾ കാണുന്നുണ്ട്. നമ്മുടെ ആക്ടേഴ്സിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ്. ഓട്ടോമാറ്റിക്കലി നമുക്ക് റീച്ച് കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇൻഡസ്ട്രി വലുതാവും. വലിയ വലിയ സിനിമകൾ, വലിയ വലിയ ബഡ്ജറ്റിലെ സിനിമകൾ ചെയ്യാനുള്ള ധൈര്യവും ബാക്കപ്പും നമുക്ക് വരും. ഡെഫിനറ്റ്ലി ഒരു അടുത്ത 5 വർഷത്തിലൊക്കെ വളരെ ട്രെമൻഡസ് ആയിട്ടുള്ള, മാജിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ മലയാള സിനിമയ്ക്ക് ഉണ്ടാവും. സർക്കിട്ട് എന്ന ഞങ്ങളുടെ ഏറ്റവും പുതിയ സിനിമ ഇപ്പോൾ മനോരമ മാക്സിൽ സ്ട്രീം ചെയ്യുന്നു. എല്ലാവരും കാണുക.